വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മൾ ഈവൻ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. നമ്പർ സിസ്റ്റം, ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സിൽ തന്നെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, ദെൻ സീറോ. ഇനി നമുക്ക് ആ ഇൻറ്റിജേഴ്സിലേക്ക് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാം. നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ ആഡ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ഗോയിങ് ടു ആഡ് ടു പോസിറ്റീവ്. എന്ത് ചെയ്യുന്നു? രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? രണ്ട് പോസിറ്റീവ് നമ്പറിനെ ആഡ് ചെയ്താൽ എനിക്ക് എപ്പോഴും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, സോ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജറിനെ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസർ, എനിക്ക് പോസിറ്റീവ് എന്ത് ചെയ്തു? ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതി പ്ലസ് ഇട്ടൊരു VE കൊടുത്തു. അതിനർത്ഥം പോസിറ്റീവ് എന്നാണ്. സോ രണ്ട് പോസിറ്റീവ് നമ്പറിനെ ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് എപ്പോഴും പോസിറ്റീവ് നമ്പറേ കിട്ടുള്ളൂ. നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? 3 + 4 ചെയ്യുന്നു. രണ്ടും പോസിറ്റീവാണ്. കിട്ടുന്ന ആൻസർ 7ഉം പോസിറ്റീവാണ്. അടുത്ത നമ്പർ 6 + 5 ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 11 കിട്ടും. അതും എന്താണ്? രണ്ടും പോസിറ്റീവാണ്. അല്ലേ? രണ്ട് പോസിറ്റീവ് ആഡ് ചെയ്തു, കിട്ടിയ ആൻസറും എന്തായിരുന്നു? പോസിറ്റീവാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് വെൻ യു ആഡ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ദ ആൻസർ വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. Similarly, if I'm going to subtract two positive integers, I can get positive as the answer. അല്ലേ? പോസിറ്റീവ് തന്നെ ആൻസർ കിട്ടാം. എപ്പോഴും പോസിറ്റീവ് കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഞാൻ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. ആ സമയത്ത് എൻ്റെ ആൻസേഴ്സ് എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം 7 - 5 ചെയ്തു. ഇനി എന്ത് കിട്ടി? 2 കിട്ടി. പോസിറ്റീവാണ്. 7ഉം പോസിറ്റീവാണ്, 5ഉം പോസിറ്റീവാണ്. സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും പോസിറ്റീവാണ്, 2. ഇനി അടുത്തത് ഞാൻ 7 - 7 ചെയ്ത് നോക്കാം. അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 7 - 7 ചെയ്തു, ആൻസർ 0 കിട്ടി. ദാറ്റ് മീൻസ് 0യും കിട്ടാം. അല്ലെ? രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് പോസിറ്റീവ് ആൻസർ കിട്ടി, 0 കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു? 7 - 9 ചെയ്യുന്നു. എന്ത് ചെയ്തു? 7 - 9. നോക്കിയേ, 7 ചെറിയ നമ്പറിൽ നിന്ന് ഞാൻ വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തു. അത് പോസിബിൾ ആണോ? ആണ്. എനിക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. പക്ഷെ എനിക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സോ അത് ശ്രദ്ധിക്കുക. ഞാൻ എന്ത് ചെയ്തു? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തു. രണ്ടും പോസിറ്റീവാണ്. അപ്പം എനിക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി എങ്ങനെ നമുക്ക് ആൻസർ എഴുതാൻ നോക്കാം. ഇവിടെ 9ഉം 7ഉമാണ് വലുത്. ഞാൻ സബ്ട്രാക്ട് ചെയ്തു. 9ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം 2 കിട്ടുകയുള്ളൂ എന്ന്. പക്ഷേ ഇവിടെ വലിയ നമ്പർ ഏതാണ്? 9. അതിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. അപ്പം ഞാൻ ആൻസറിന് എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. സോ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക? നമ്മൾ നോർമലി സബ്ട്രാക്ട് ചെയ്തുകൊണ്ടങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. 7 - 9 പകരം ഞാൻ 9 - 7 അങ്ങ് ചെയ്തു. അപ്പോൾ എനിക്ക് ആൻസർ 2 കിട്ടി. പക്ഷേ എനിക്ക് 2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, തെറ്റാണ്. 2 എന്ന് എഴുതിക്കൂടാ. കാരണം എൻ്റെ ക്വസ്റ്റ്യനിൽ വലിയ നമ്പർ 9, അതിൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 2ന് എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്ട്രാക്ഷൻ. സോ ഞാൻ രണ്ട് പോസിറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എന്തൊക്കെ ആൻസർ കിട്ടാം? മൈ ആൻസർ ക്യാൻ ബി പോസിറ്റീവ്, മൈ ആൻസർ ക്യാൻ ബി 0, ഓർ മൈ ആൻസർ ക്യാൻ ബി നെഗറ്റീവ്. എനിക്ക് എന്തൊക്കെ കിട്ടാം? പോസിറ്റീവ് കിട്ടാം, 0 കിട്ടാം, അല്ലെങ്കിൽ നെഗറ്റീവ് കിട്ടാം. അല്ലേ? 3 പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തതിലേക്ക് പോകാം. നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുന്നു. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ ഞാൻ ആഡ് ചെയ്യുന്നു. ഐ എം ഗോയിങ് ടു ആഡ് -3 + -5. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ -3 + -5 ചെയ്താൽ ആൻസർ എനിക്ക് -8 കിട്ടുകയുള്ളൂ. 5ഉം 3യും കൂടെ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ അറ്റാച്ച് ചെയ്യുക. 5 + 3 8, നെഗറ്റീവ് സൈൻ അറ്റാച്ച് ചെയ്തു, -8. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആഡിങ് ടു നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്യുക. അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? -3 - -5 എന്ന് എഴുതി. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. -3 -5. ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻസ് ഒരുമിച്ച് വന്നു. അല്ലേ? രണ്ട് -5. അതിനർത്ഥം അത് -5 എന്നാണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് മൈനസ് ഞാൻ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ
അതെന്തായി പോവും? എനിക്കതിനെ ഡയറക്റ്റ്ലി +5 എന്ന് എഴുതാൻ പറ്റും. സോ മൈനസ് ഓഫ് -5, ശ്രദ്ധിക്കണം, മൈനസ് സൈൻ ഭയങ്കര ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും നെഗറ്റീവ് സൈൻ പോസിറ്റീവ് ഒക്കെ നമുക്ക് അറിയാം, എഴുതി പോകാമെന്ന്. പക്ഷേ ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ നെഗറ്റീവിൻ്റെത്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൈനസ് കൊടുക്കാൻ മറന്നുപോകും. അകത്തുള്ള എലമെൻസിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ മറന്നുപോകും. നമ്മൾ വെറുതെ അങ്ങ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കും. സോ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി ഡേഞ്ചറസ് ആണ്. സോ ഇവിടെ മൈനസ് ഓഫ് മൈനസ് എന്താണ്? മൈനസ് ഓഫ് മൈനസ്, അതിനർത്ഥം അത് പ്ലസ് എന്നാണ്. സോ മൈനസ് ഓഫ് -5 എനിക്ക് എന്ത് എഴുതാം? +5 എന്ന് എഴുതാം. സോ മൈ ആൻസർ വിത്ത് മീ 5 - 3. 5 - 3 എന്നാണ് 2. ആൻസർ എന്ത് കിട്ടും? 2 കിട്ടും. ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് മൈനസിൻ്റെ ഓപ്പറേഷൻ. ഇത് അഡീഷൻ സബ്ട്രാക്ഷൻ ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലോ? 2 പോസിറ്റീവ് നമ്പർ എടുത്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 5, ആൻസർ എന്തായിരിക്കും? 15. 2 പോസിറ്റീവ് നമ്പർ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 15 / 3, ആൻസർ 5. സോ 2 പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു, 2 പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോഴും എൻ്റെ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ 2 പോസിറ്റീവ് ഓൺ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ആൻസർ വിൽ ബി പോസിറ്റീവ് അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് വരാം നമുക്ക് അല്ലേ? എന്തിലേക്ക് വരാം? നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാലോ? 2 നെഗറ്റീവ് നമ്പർ എടുത്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -3 × -5, ആൻസർ പോസിറ്റീവ് ആണ്. 2 നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവേ കിട്ടുള്ളൂ. കാരണം മൈനസ് ഇൻറ്റു മൈനസ് എന്തായി പോവും? പ്ലസ് ആയി പോവും. സെയിം ആണ് ഡിവിഷൻ്റെ കേസിലും. ഞാൻ എന്ത് ചെയ്യുന്നു? -5 ഡിവൈഡഡ് ബൈ -1 എന്ത് കിട്ടും എനിക്ക്? 5 എന്ന ആൻസർ കിട്ടും. ഓക്കെ, -5 ഡിവൈഡഡ് ബൈ -1 എനിക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. സോ 2 നമ്പറിനെ, 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്താൽ ആൻസർ പോസിറ്റീവ്. 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ്. ഇനി എപ്പോഴാണ് നെഗറ്റീവ് വരുന്നത്? എളുപ്പമാണല്ലേ? നമുക്ക് നോക്കിയാലോ എപ്പോൾ നെഗറ്റീവ് വരുമെന്ന്. ഈസിയാണ്. ഞാൻ ഒരു പോസിറ്റീവ് നമ്പർ എടുക്കുന്നു, അതിനൊപ്പം ഞാനൊരു നെഗറ്റീവ് നമ്പറിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു പോസിറ്റീവ് നമ്പറിനൊപ്പം ആരെ മൾട്ടിപ്ലൈ ചെയ്തു? നെഗറ്റീവ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവാണ്. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. -15 നമ്പർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5, എന്നിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് അല്ലേ ഒരെണ്ണം, മൈനസും കൊടുക്കുക. ഡിവൈഡ് ചെയ്യാം. -15 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു. -15 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോഴും ഒരു നമ്പർ പോസിറ്റീവ്, ഒരു നമ്പർ നെഗറ്റീവ്. നോർമലി അങ്ങ് ഡിവൈഡ് ചെയ്യുക. 15 ഡിവൈഡഡ് ബൈ 3 5 കിട്ടി. ഒരു നമ്പർ നെഗറ്റീവാണ്. സോ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇതാണ് എന്ത്? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവിൻ്റെ കേസിൽ വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആണെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഈവൻ ആൻഡ് ഓഡ് നമ്പർ. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈവൻ ആൻഡ് ഓഡ് നമ്പറിലേക്ക് പോകാം. യെസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഈവൻ ആൻഡ് ഓഡ് നമ്പർ. സോ നോക്കിയേ, ഞാൻ എന്ത് ചെയ്യുന്നു? 2 ഈവൻ നമ്പറിനെ എടുക്കുന്നു. എന്തായിരുന്നു ഈവൻ നമ്പർ? ഒരു നമ്പർ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ഈവൻ ആണ് അല്ലേ? അതാണ് ഈവൻ നമ്പർ. ഓക്കെ, അല്ലാതെ വരുന്നതെല്ലാം നമുക്ക് ഓഡായിട്ട് എടുക്കാം. ഞാൻ 2 ഈവൻ നമ്പറിനെ എടുക്കുന്നു. ഓൾറെഡി ഞാൻ എക്സാമ്പിൾ അടക്കം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നോക്കിയേ, ഈവൻ പ്ലസ് ഈവൻ. 2 ഈവൻ നമ്പറിനെ ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് എപ്പോഴും ഈവനെ ആൻസർ കിട്ടുള്ളൂ. 2 + 4 എനിക്ക് എന്ത് കിട്ടും? 6. 2ഉം ഈവൻ ആണ്, 4ഉം ഈവൻ ആണ്, 6ഉം ഈവൻ ആണ്. അടുത്തത് 12 + 18. 12ഉം ഈവൻ ആണ്, 18 ഈവൻ ആണ്. കിട്ടിയ ആൻസർ 30ഉം ഈവൻ ആണ്. നമുക്ക് നെഗറ്റീവ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്താലോ? ഞാൻ എന്ത് ചെയ്യുന്നു? -4 + -2 കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? -6. ഈവൻ അല്ലേ? ആണ്, ഈവൻ ആണ്. സോ 2 ഈവൻ നമ്പറിനെ ആഡ് ചെയ്താൽ എനിക്ക് എപ്പോഴും എന്തേ കിട്ടുള്ളൂ? ഈവൻ നമ്പറെ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സബ്ട്രാക്ഷനിലേക്ക് വരാം. സബ്ട്രാക്ഷൻ, 2 ഈവൻ നമ്പർ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 4 - 2 എനിക്ക് എന്ത് കിട്ടും? 2 കിട്ടും. 4 ഈവൻ ആണ്, 2 ഈവൻ ആണ്. സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ 2ഉം ഈവൻ ആണ് അല്ലേ? വേറൊരു നമ്പർ എടുക്കാം. 18 - 12 കിട്ടുന്ന ആൻസർ എന്താണ്? 6. അല്ലെങ്കിൽ ഞാൻ 12 - 18 എടുക്കുന്നു. കിട്ടുന്ന ആൻസർ എന്താ? -6. എല്ലാ കേസിലും എനിക്ക് എന്ത് കിട്ടി? ഈവൻ തന്നെ ആൻസർ കിട്ടി. സോ ഞാനൊരു ഈവൻ നമ്പറിനെ
എന്ത് ചെയ്യുന്നു, ഒരു ഈവൻ നമ്പറിനൊപ്പം തന്നെ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഈവൻ ആയിരിക്കും. സബ്ട്രാക്ഷൻ ചെയ്താലും കിട്ടുന്നത് ഈവൻ ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈവൻ്റെ കൂടെ ഞാൻ ഓഡിനെ ആഡ് ചെയ്യുന്നു. ഈവൻ നമ്പർ എടുക്കുന്നു 2, അതിൻ്റെ കൂടെ ഞാൻ ഓഡ് നമ്പർ 3 ആഡ് ചെയ്തു. എനിക്ക് എന്ത് കിട്ടും, 5 കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് ഈവൻ നമ്പറിൻ്റെ കൂടെ ഓഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഓഡ് ആൻസറേ കിട്ടുകയുള്ളൂ. സോ ഈവൻ്റെ കൂടെ ഓഡ് ആഡ് ചെയ്താൽ എനിക്ക് എന്തേ കിട്ടുകയുള്ളൂ, ഓഡേ ആൻസർ കിട്ടത്തുള്ളൂ. സോ 2 + 3 5. സബ്ട്രാക്ഷൻ നോക്കാൻ നമുക്ക് വേണമെങ്കിൽ 7 - 4 എന്ത് കിട്ടും, 3 കിട്ടും അല്ലേ. 7 - 4 3 കിട്ടും. സോ ഈവൻ മൈനസ് ഓഡ്, ഇപ്പം തിരിച്ച് വേണമെങ്കിലും പറയാം, ഓഡ് മൈനസ് ഈവൻ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈവൻ പ്ലസ് ഓഡ് അല്ലെങ്കിൽ ഓഡ് പ്ലസ് ഈവൻ എല്ലാ കേസിലും എന്തായിരിക്കും, ഓഡേ ആൻസർ കിട്ടുകയുള്ളൂ. സോ ഒരു നമ്പർ ഈവനും ഒരു നമ്പർ ഓഡും ആണെങ്കിൽ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ആൻസർ എന്തായിരിക്കും, ഓഡ് തന്നെയായിരിക്കും. ഇനി നമുക്ക് 2 ഓഡ് നമ്പേഴ്സ് എടുത്താലോ. 2 ഓഡ് നമ്പേഴ്സ് എടുക്കാം അല്ലേ. ഞാൻ ഒരു 5ഉം ഒരു 7ഉം കൂടെ എടുത്ത് ആഡ് ചെയ്തു. എന്ത് കിട്ടി എനിക്ക്, 12 കിട്ടി അല്ലേ. അതായത് 2 ഈവൻ നമ്പർ 2 ഓഡ് നമ്പറിനെ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്താണ്, ഈവൻ. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഈവൻ പ്ലസ് ഈവൻ ചെയ്തപ്പോഴായിരുന്നു ഈവൻ കിട്ടിയത്. പക്ഷെ ഓഡ് പ്ലസ് ഓഡ് ചെയ്തപ്പോഴും എന്ത് കിട്ടി, നമുക്ക് ഈവൻ കിട്ടി. സോ 2 ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓഡ് കിട്ടും. ഇനി നമുക്ക് 2 ഓഡ് നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാം. 13 - 9, 13 ഓടാണ്, 9 ഓടാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 4 എന്തായി, ഈവൻ ആയി. സോ 2 ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ എനിക്ക് ഓഡ് കിട്ടും. 2 ഓഡ് നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്താലും എനിക്ക് എന്ത് കിട്ടും, സോറി 2 ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ എനിക്ക് ഈവൻ കിട്ടും. 2 ഓഡ് നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്താലും എനിക്ക് എന്ത് തന്നെ കിട്ടുകയുള്ളൂ, ഈവനെ കിട്ടുകയുള്ളൂ. സോ യു ക്യാൻ സീ ദിസ്, ഈവൻ പ്ലസ് ഓർ മൈനസ് ഈവൻ, പ്ലസ് ഓർ മൈനസ് പറഞ്ഞാൽ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ചെയ്താലും ഈവൻ ആയിരിക്കും ആൻസർ. ഈവൻ പ്ലസ് ഓർ മൈനസ് ഓഡ്, നമുക്ക് ഓഡേ കിട്ടൂ. ഓഡ് പ്ലസ് ഓർ മൈനസ് ഓഡ് ഈവൻ. അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ 2 ഈവൻ നമ്പർ എടുത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, 10ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 എന്താണ്, ഈവൻ ആണ് അല്ലേ. 2 ഈവൻ നമ്പർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്തേ കിട്ടുകയുള്ളൂ, ഈവൻ മാത്രമേ കിട്ടുകയുള്ളൂ. 2 ഈവൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്തേ കിട്ടുകയുള്ളൂ, ഈവനേ കിട്ടുകയുള്ളൂ. ഇനി 2 ഓഡ് നമ്പർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താലോ, 2 ഓഡ് നമ്പർ എടുക്കാം അല്ലേ. -3 × -5 എത്ര വരും, -3 × -5 3 × 5 15. രണ്ടും ഓഡ് ആയതുകൊണ്ട്, രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആൻസർ കിട്ടുകയുള്ളൂ. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതേ ഉള്ളൂ അല്ലേ. സോ -3 × -5 15. അതായത് 2 ഓഡ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ, ഓഡേ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് കാണാം, ഈവൻ ഇൻറ്റു ഈവൻ ഈവനാണ്, ഓഡ് ഇൻറ്റു ഓഡ് ഓഡാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈവൻ ഇൻറ്റു ഓഡ് ചെയ്യുന്നു. 2 × 3 6, 5 × 6 30. അതായത് ഒരു ഈവൻ നമ്പർ ഓഡിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്നു, കിട്ടുന്ന ആൻസർ എന്താണ്, ഈവൻ. സോ ഈവൻ മൾട്ടിപ്ലൈഡ് ബൈ ഓഡ്, ആൻസർ എന്തായിരിക്കും, ഈവൻ ആയിരിക്കും. സോ ഈവൻ ഇൻറ്റു ഓഡ് എന്താണ്, ഈവൻ ആണ്. ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ ആണ്. ഓഡ് ഇൻറ്റു ഓഡ് ഓഡാണ്. ഇനി നമ്മൾ ഡിവിഷനിലേക്ക് വന്നാലോ. ഡിവിഷനിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് വേണോ ആൻസർ കിട്ടാം. ഞാനിപ്പോൾ ഈവൻ ബൈ ഈവൻ ചെയ്യുന്നു. 2 ഈവനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 8/4 എനിക്ക് ഈവൻ ആൻസർ കിട്ടിയല്ലേ. 12/4 എനിക്ക് എന്ത് കിട്ടി, ഓഡ് ആൻസർ കിട്ടിയല്ലേ അല്ലേ. സോ എനിക്ക് 2 ഈവനെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടാം, ഈവനും കിട്ടാം ഓടും കിട്ടാം. സെയിം ആണ്, ഞാൻ 2 ഓഡ് നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്തു, എനിക്ക് ഈവനും കിട്ടാം ഓടും കിട്ടാം. എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ 15നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടും, 3 കിട്ടും അല്ലേ. 15 / 5 ചെയ്താൽ എനിക്ക് 3 കിട്ടും. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഈവനും ഒരു ഓടും ആക്കാം. നമുക്ക് 10/5 ചെയ്താലാ, 10/5 ചെയ്തു, എനിക്ക് എന്ത് കിട്ടി, 2 കിട്ടി അല്ലേ. സോ ഇവിടെ 2 ഓഡ് നമ്പറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഓഡ് കിട്ടി. ഇനി ഓഡ് നമ്പറിനെ ഡിവൈഡ് ചെയ്ത് എപ്പോഴും ഓഡ് കിട്ടണമെന്നുണ്ടോ, ഇല്ല. എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു, 15/9 ചെയ്യുന്നു, എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 5/3 ആണ്. ഇത് ഈവനും അല്ല ഓടും അല്ല അല്ലേ, ഈവനും അല്ല ഓടും അല്ല. സോ നമുക്ക് ഡിവിഷൻ്റെ കേസിൽ ഇതൊന്നും എന്തല്ല, ആപ്ലിക്കബിൾ അല്ല. കാരണം ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡ് കിട്ടാം
ഈവൻ കിട്ടാം, അല്ലെങ്കിൽ ഡെസിമൽസും കിട്ടാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. താങ്ക് യു എവരി വൺ.